അയർലൻഡിൽ വന്നിട്ട് ആദ്യമായിട്ട് സാൽമൺ മീൻ കറി വയ്ക്കാൻ പോവാണ്. ഇതാണ് കുടംപുളി ഒരിക്കൽ നമ്മുടെ നാട്ടിൽ പറഞ്ഞത്. കുടംപുളി അടുപ്പത്ത് വെച്ച് കുടംപുളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടിയിട്ട് ഉപ്പ് കൂടി ഇട്ട് തിളപ്പിച്ച് പുളി ഒരുക്കി വെച്ചേക്കാണ്. അതിനകത്തേക്ക് നമുക്ക് ഇനി അരപ്പ് അരച്ച് വെച്ചിട്ടുണ്ട്. അരപ്പ് അരച്ചതാണ് ഉലുവയും മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും സാധാ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചൂടാക്കിയിട്ട് ഒരു പിടുത്തം തേങ്ങയോട് കൂടി അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാവേ. കറി കഴിഞ്ഞൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാവേ ആവശ്യത്തിന്. കത്തിച്ചു കൊടുത്ത് നമുക്ക് അരപ്പൊന്ന് തിളപ്പിക്കാം. ആവശ്യമുള്ള ഉപ്പും കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അത് നമുക്കിനി അരപ്പ് തിളച്ചു. അപ്പൊ നമുക്ക് ഇനി മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാവേ. ഇത് 1.5 കിലോ സാൽമണ്ണാണേ. അത് നമുക്കൊന്ന് ചിറ്റിച്ചിടും. എല്ലാ കഷ്ണവും ഇട്ടു. അപ്പൊ നമുക്കൊന്ന് ഇങ്ങനെ ഒന്ന് ചിറ്റിച്ചു കൊടുക്കാം. സ്പൂണൊന്ന് ഇട്ട് ഇളക്കരുത്. സ്പൂണൊക്കെ ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് അങ്ങനെ അടന്നു പോകും മീനെ. നമുക്കത് മൂടി വെച്ച് കഴിക്കാം. അപ്പൊ മീൻകറി തിളച്ചേ. അപ്പൊ നമുക്ക് കുറച്ച് ഫിഷ് മസാല ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ ഫിഷ് മസാലയാണ് അത് ഇങ്ങനെ ഇട്ട് കൊടുക്കാവേ. ഇത് ഇങ്ങനെ ഒന്നാക്കി കൊടുത്താൽ മതി, ആയിക്കോളും. ഇനി ശരിക്കും വെള്ളമൊക്കെ പറ്റി വേഗട്ടെ കേട്ടോ. മീനിനിപ്പം റെഡിയായേ. നല്ലോണം വെന്തു. ഇപ്പൊ ഒന്ന് റെഡിയായി. അപ്പൊ മാറ്റി വെക്കാം. മാറ്റി വെച്ചിട്ട് നമുക്ക് കടുക് താളിക്കാം. നാട്ടിലെ വെളിച്ചെണ്ണയാണ്. പക്ഷെ അയർലൻഡിൽ വന്നപ്പോ ഇതുപോലെ കട്ട പിടിച്ചിരിക്കുക. കാരണം ഭയങ്കര പാടത് പിന്നെ എടുക്കാൻ. അതുകൊണ്ട് ഇങ്ങനെ കോരി ഇട്ടോ കേട്ടോ. ഇങ്ങനെ ഇടുവാണ്. ഇനി എണ്ണ ചൂടായപ്പോ കടുക് ഇട്ട് കൊടുക്കാം നമുക്ക്. തീർന്നു. അപ്പൊ നമുക്ക് കരിയാപ്പില ഇട്ട് കൊടുക്കാം. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കരിയാപ്പിലാണ്. ഫ്രീസറിനകത്ത് വെച്ചേക്കുവാ. ഇനി ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ഇവിടുത്തെ ചെറിയുള്ളിയൊക്കെ വരുപ്പോ നമ്മുടെ നാട്ടിൽ കിട്ടുന്നവർക്കൊന്നും അല്ല കേട്ടോ. ഞാൻ ഇനി വേറെ ദിവസം കാണിച്ചു തരാവേ. ചമ്മ വരട്ടെ. തിളച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ. നമുക്കൊന്ന് മൂടി വെക്കാവേ. മൂടി വെച്ച് കുറച്ച് നേരം കഴിഞ്ഞ് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. കണ്ടിരിക്കട്ടെ ഒരു 10. അപ്പൊ അങ്ങനെ സാൽമൺ കറി എങ്ങനെ റെഡിയാക്കി വെച്ചേക്കാണ്. നമുക്ക് കപ്പ കൂട്ടിയോ അല്ലെങ്കിൽ ചോറിന് കൂട്ടിയോ നമുക്ക് എന്ത് ചപ്പാത്തിക്ക് കൂട്ടിയോ എന്ത് കൂട്ടിയോ നമുക്ക് കഴിക്കാം. കുറച്ച് ടേസ്റ്റ് ചെയ്യണം കേട്ടോ. സാൽമൺ മീൻ കറി ഞങ്ങൾ ചോറുണ്ടാക്കുക. അപ്പൊ ഞങ്ങൾ എങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ. അപ്പൊ റിന്റെ പറയൂ, സൂപ്പർ. അടിപൊളി മീൻ കറിയാണ് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്.